നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത്തിനെ കാണാൻ പോയിട്ട് മനുശങ്കറും അലീനയും ബാലേന്ദ്രനും കൂടെ തിരികെ വീട്ടിലേക്ക് പോരുവാണ്. പോരുന്ന സമയത്ത് ബാലേന്ദ്രന്റെ മനസ്സ് വല്ലാതെ നീറ്റിലായിരുന്നു. കാരണം രോഹിത്തിനെ കണ്ടിട്ട് അവൻ പറഞ്ഞ വാക്കുകൾ, എനിക്ക് ആരെയും കാണണ്ട, എന്നെ ജാമ്യത്തിൽ ഇറക്കണ്ട, എന്നെ ഇനി ഇങ്ങോട്ടേക്ക് കാണാനും ആരും വരണ്ടെന്നൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് സഹിച്ചില്ല. ബാലേന്ദ്രൻ പിന്നീട് പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറയണം, അവനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, അവൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനുശങ്കർ പറഞ്ഞു, അങ്കിൾ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ അവൻ്റെ മനസ്സിന് നല്ല വേദന കാണുമായിരിക്കും, കുറ്റബോധം കാണുമായിരിക്കും എന്ന് പറഞ്ഞു. കുറ്റബോധം? നിനക്കറിയാലോ അവനെയൊക്കെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെന്ന്. അതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീയൊക്കെ ഒരു അച്ഛനായിരിക്കണം. അച്ഛനായി കഴിയുമ്പോൾ നിനക്കൊക്കെ ആ വേദന മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്നറിയാവോ? മകനെ നല്ല രീതിയിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ച ഒടുവിൽ ജയിലിൽ പോയി കാണേണ്ടതായിട്ട് വന്നു. ആ സമയം അലീന പറഞ്ഞു, അത് അവനെല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുവച്ചാ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. മനുശങ്കർ പറഞ്ഞു, അത് ശരിയാ അങ്കിളെ, ജാമ്യത്തിൽ പോലും എടുക്കണ്ടെന്ന്. പക്ഷേ ഹരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹരി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ശിവശങ്കറിനോടൊക്കെ പറഞ്ഞത്. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്യാത്ത തെറ്റിനാണ് താൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തോന്നൽ രോഹിത്തിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് രോഹിത് ഇങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാവരെയും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. രോഹിത്തിനാണെങ്കിലോ കണ്ണടച്ച് നേരെ വന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും മുന്നിലേക്ക് ശരണ്യയുടെ മുഖം വരുന്നത്. അതവൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് പുറത്തു പോലും ഇറങ്ങണ്ടെന്ന് അവൻ പറയണേ, മരിച്ചാൽ മതി എന്ന് പറയണേ. അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അലീന പറഞ്ഞു, അച്ഛ സങ്കടപ്പെടണ്ട, അവൻ്റെ മനസ്സ് മാറും, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, അവനെ ഓർത്ത് അച്ഛൻ വേദനിക്കേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനൊരു അച്ഛനായി പോയില്ലേ, എൻ്റെ മാനി എനിക്ക് തല്ലിക്കൊന്ന് കളയാൻ പറ്റുമോ? ഇനിയിപ്പം നാട്ടുകാർ കുറ്റപ്പെടുത്തിയാലും വീട്ടുകാർ കുറ്റപ്പെടുത്തിയാലും എനിക്ക് അവനെ രക്ഷിച്ചാലേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്കറിയാൻ പറ്റുന്നുണ്ട് അച്ഛൻ്റെ മാനസിക ബുദ്ധിമുട്ട് എന്താന്ന്. പക്ഷേ അച്ഛനൊരു കാര്യം ഓർക്കണം, ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയാവോ? ശരണ്യയുടെ അച്ഛൻ്റെ അമ്മയുടെ വേദന എന്താണെന്നറിയാവോ? അവർ നല്ലപോലെ വേദന അനുഭവിക്കുന്നുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാതെ അവർ നന്നായിട്ട് നീറുന്നുണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ഇല്ലെന്ന് ഞാനും പറയണില്ല, അവരുടെ ബുദ്ധിമുട്ട് ഞാൻ കണക്കിലെടുക്കുന്നുണ്ട്. പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒന്നും മിണ്ടായിരിക്കണം. ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം മനുശങ്കർ അലീനയോട് പറഞ്ഞു, അങ്കിളിന് നല്ല വിഷമമുണ്ട്. അലീന പറഞ്ഞു, എങ്ങനെ സങ്കടം ഇല്ലാതിരിക്കും, കാരണം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ അച്ഛൻ അങ്ങോട്ടേക്ക് പോയത്. അവൻ്റെ ആ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എന്തൊരു കോലാ മനുവേട്ട രോഹിത്തിൻ്റെ. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അത് പിന്നെ ജയിലിലല്ലേ, വീട്ടിലെ പോലെയൊന്നും അല്ലല്ലോ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അവൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നണമെന്ന് പറഞ്ഞു. എന്ത്? അവൻ എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നൽ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? ഒരുപക്ഷെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ജാമ്യത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു കേട്ടോ, എനിക്ക് പുറത്തിറങ്ങണ്ട, എനിക്ക് ആരെയും ഫേസ് ചെയ്യണ്ടെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ നമ്മളൊന്നും അറിയത്തില്ലാത്ത എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. മനു പറഞ്ഞു, എല്ലാത്തിനും കാരണം അവനാ ഹരി, അവനാണ് ശരിക്ക് ഈ രോഹിത്തിനെയും കൂടെ കൊണ്ട് ഇങ്ങനെ പിഴപ്പിച്ച് കളഞ്ഞത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് 100% ശരിയാ ഹരിയേട്ടാ, ഞാൻ 100% ശരിയാ മനുവേട്ടാ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹരിയായിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതല്ലെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാൻ അവൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മനുശങ്കർ പറഞ്ഞ കാര്യം പറഞ്ഞാവലെ, അവൻ എൻ്റെ സഹോദരനൊക്കെ തന്നെയാണ് ഹരി, പക്ഷെ അവൻ്റെ സ്വഭാവം തീരെ ശരിയല്ലാത്തൊരു സ്വഭാവമാണ്. എത്ര പറഞ്ഞു കൊടുത്താലും അവൻ്റെ തലയിലേക്ക് കയറത്തില്ല. പോരാത്തതിന് സപ്പോർട്ടായിട്ടും അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് അലീനയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം ആ ശരണ്യനെ കന്നഡങ്ങൾ പോകുന്നും വേണ്ട, അറിയാലോ, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം പോയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മനുവേട്ടാ, അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണ്ടേ, അതൊരു പാവം പിടിച്ച പെങ്കൊച്ചല്ലേ. എനിക്ക് രേവതിക്കുട്ടിയും കൃഷ്ണമോളെ അവരെയൊക്കെ പോലെ തന്നെയാണ് ആ പെങ്കൊച്ചും. ഇപ്പം കൃഷ്ണമോളക്കൊക്കെ എങ്ങനെ ദുരന്തം സംഭവിച്ചെങ്കിൽ ഞാൻ അവളോടൊപ്പം തന്നെ നിൽക്കും, ഒരു കാരണവശാലും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇപ്പം അതുപോലെ തന്നെയാണ് ഞാനും. ഒന്നുമല്ലേൽ മനുവേട്ടൻ്റെ സഹോദരനും പിന്നെ എൻ്റെ സഹോദരനും ചേർന്നിട്ടല്ലേ ഇതുപോലത്തെ പരിപാടികളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാവുന്ന സാഹചര്യങ്ങളോട് അവൾ കടന്നുപോയത്. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ അവൾ പതിയെ ജീവിതത്തിലേക്ക് നിന്ന് മടങ്ങി വരാൻ തുടങ്ങിയിട്ട്.
അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ പറഞ്ഞു, എനിക്ക് പേടി അതല്ല, നീ അവിടെ ചെന്നിട്ട് നിനക്ക് എന്തേലും സംഭവിക്കുമെന്നാ. എനിക്ക് എന്ത് സംഭവിക്കാനാ മനുവേട്ടൻ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരിടത്തും എത്താനായിട്ട് സാധിക്കില്ല. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, അല്ലേലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും പിന്നെ എന്തിനും ഒരു ഉത്തരം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മനുവേട്ടൻ അറിയാലോ ഞാൻ എങ്ങനെയാ ജീവിച്ചു വന്ന സാഹചര്യം എങ്ങനെയാന്ന്. ഒരു ഓർഫനേജ് വളർന്നോളാം ഞാൻ. ഇതുപോലെ വലിയ വീട്ടിലോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് മറ്റുള്ളവരുടെ വേദനയും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധി വരെ. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ആശ്വാസമാകുന്നതെന്ന് പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും മനു പറയാനായിട്ട് പോയില്ല. അലീന പറഞ്ഞു, ദേ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ മനുവേട്ട? ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നിന്നിട്ട് മനുശങ്കർ പോവുകയും ചെയ്തു. പിന്നീട് കൃഷ്ണമോള് വന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അലീന ചേച്ചി, പോയിട്ട് രോഹിത്തേട്ടനെ കണ്ടോ? രോഹിത്തേട്ടൻ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. അലീന പറഞ്ഞു, അത് പിന്നെ രോഹിത്തൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ജാമ്യം പോലും വേണ്ടെന്നാ പറഞ്ഞേ. ജാമ്യം വേണ്ടെന്നോ? അപ്പോൾ രോഹിത്തേട്ടന് പുറത്തിറങ്ങാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമില്ലാത്ത മട്ടിലുള്ള സംസാരമായിരുന്നു. ജീവിക്കാൻ പോലും ആഗ്രഹമില്ലെന്നൊക്കെയാ പറഞ്ഞേ. അതെന്താ അലീന ചേച്ചി അങ്ങനെ? അറിയില്ല മോളെ, രോഹിത്തിൻ്റെ മനസ്സിൽ എന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ. ആരെയും കാണണ്ടാന്ന് പോലും പറഞ്ഞു. കാണണ്ടാന്ന് പറഞ്ഞു. അതെ. അത് കേട്ടപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സങ്കടം വരുന്നുണ്ട് ചേച്ചി. എന്താ രോഹിത്തേൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം ചേച്ചിക്കറിയാലോ രോഹിത്തേട്ടൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് രോഹിത്തേട്ടനെ അത്ര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ശരിയാ, കൃഷ്ണമോൾക്ക് അവിടെ എല്ലാവരുടെ സ്നേഹമാണ്. ബാലേന്ദ്രൻ്റെയൊക്കെ സ്വഭാവമാണ് കൃഷ്ണമോൾക്കും കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചി? ജാമ്യം എടുക്കാനായിട്ടാണെങ്കിലും രോഹിത്തേട്ടൻ സഹകരിച്ചില്ലെങ്കിലോ? അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, നമുക്ക് നോക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക, രോഹിത്തിൻ്റെ ഒരു ആപത്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു. രോഹിത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട എൻ്റെ കടമയല്ലേ, ഞാൻ അവൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി അലീനയെ വിളിച്ചു. വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ചോദിച്ചു, അല്ല രോഹിത്തിനെ ഹരിയെ കാണാൻ പോയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, രോഹിത്തിനെ പോയി കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ടോ? അവന് ജാമ്യമൊന്നും വേണ്ടെന്നാ പറഞ്ഞേ, അവന് മരിച്ചാൽ മതി എന്നൊക്കെയാണ് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, നല്ല കാര്യം. അല്ലെങ്കിലും അവനെപ്പോലെയുള്ള അവന്മാരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താവാനാ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണം ചേച്ചി? നന്നാവാനായിട്ട് അവസരം കൊടുത്തല്ലേ, എന്നിട്ട് നന്നായോ ഇല്ലല്ലോ. അവനെപ്പോലെയുള്ള അവന്മാരൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണെന്ന് പറഞ്ഞു. ചേച്ചിക്ക് സഹോദരനൊക്കെ തന്നെയായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ കണ്ടില്ല അവനൊരു പീഡന വീരനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അവൻ്റെ കണ്ണുകളിൽ ഞാനപ്പോൾ കണ്ടത് അവന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ആ ഒരു ഇതല്ല, പീഡിപ്പിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ല, ചെയ്യാത്ത തെറ്റ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഒരു വേദന അവൻ്റെ മുഖത്തെ കണ്ടേ. ഒരു പക്ഷെ അവൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൻ ജാമ്യത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചാനോ. പക്ഷെ അവന് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞേ, ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് അറിയില്ല. അതെല്ലാം കേട്ടുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ പറയുള്ളൂ, ചേച്ചിയുടെ സഹോദരൻ്റെ ഒപ്പമല്ലേ നിൽക്കുള്ളൂ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നിനക്കറിയാലോ ഈ കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാന്ന്. ഒരു പക്ഷേങ്കിൽ ഈ കുടുംബം ചിന്ന ഭിന്നമാകാൻ കാരണം ഞാനാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു കിടക്കുന്നേ. അതിന് ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. ചേച്ചിയുടെ അമ്മയുടെ കാര്യമല്ലേ, അവരല്ലെങ്കിലും നല്ലൊരു സ്ത്രീയാണോ? നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി എന്താണല്ലോ ഇതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ശരണ്യയെ കാണാൻ പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാണ്, പക്ഷെ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന സൂക്ഷിച്ച് വേണം കേട്ടോ. ഇതേ ചേച്ചിയുടെ കാര്യം ചേച്ചി നോക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചേച്ചി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ സ്വന്തം ജീവനും ജീവിതത്തിൻ്റെ കാര്യം കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രനുള്ള ചായയൊക്കെ ആയിട്ട് മുറിയിലേക്ക് എല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടേ. അപ്പോഴേക്കും അലീന എന്നിട്ട് ചോദിച്ചു, അച്ഛൻ ഇതെന്താ ആലോചിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അച്ഛൻ ഗുളിക കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ മറന്നുപോയല്ലേ, എനിക്കറിയാം. അച്ഛാ, നമ്മളിപ്പോൾ തളർന്നു പോയിട്ട് കാര്യമുണ്ടോ? അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, രോഗത്തിനൊന്നും സംഭവിക്കില്ല, അവനെ നമ്മൾ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രന്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നുമില്ല മോളെ, അവൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കറിയാം അച്ഛൻ്റെ മനോവേദന എന്താന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയണേ, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.